നടിയെ ആക്രമിച്ച കേസിൽ ശ്രീലക്ഷ്മിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നെന്ന് ഭർത്താവ് സിം കാർഡും ഫോണും അന്വേഷണത്തിന്റെ ഭാഗമായി ആവശ്യപ്പെട്ട സമയത്ത് തന്നെ കൈമാറിയിരുന്നു. ബസ് ഡ്രൈവറായിരുന്ന സുനിയുടെ തനിക്കും ഭാര്യയ്ക്കും ഉണ്ടായിരുന്നത് സൌഹൃദം മാത്രമായിരുന്നു. സംഭവ ദിവസം ഒരു നല്ല കാര്യത്തിനാണ് പോകുന്നതെന്ന് സുനി പറഞ്ഞിരുന്നുവെന്നും ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് പ്രതികരിച്ചു. പുള്ളി പണ്ട് ബസ് ഓടിച്ചുകൊണ്ടിരുന്ന ആളാണ്. അങ്ങനെ പരിചയമൊക്കെ ഉണ്ടായിരുന്നു, ഒരു ചെറിയ ഫ്രണ്ട്ഷിപ്പ് പോലെ ഉണ്ടായിരുന്നു. അന്ന് എന്തോ ഒരു കാര്യം ചെയ്യാൻ പോവാണ്, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് പുള്ളിക്കാരി ക്യൂരിയോസിറ്റിയുടെ പുറത്ത് 2-3 പ്രാവശ്യം വിളിച്ചു. അങ്ങനെയൊക്കെ ആയതാണ്. നമ്മൾ ഇതിനകത്ത് റോളൊന്നും ഇല്ലാന്ന് അവർ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മളെ പിന്നെ അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തത്. എന്നിട്ടും നമ്മൾ 2-3 പ്രാവശ്യം വീണ്ടും ഓരോ കാര്യങ്ങൾക്കൊക്കെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരമൊക്കെ നമ്മൾ സഹകരിച്ചിട്ടുമുണ്ട്. ഇതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും ആദ്യം മുതലേ നമുക്കറിയാവുന്ന വിവരങ്ങളും ഫോണും അതിന്റെ സിം കാർഡ് ഉൾപ്പെടെ ആദ്യമേ തന്നെ നമ്മൾ പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. മൂസിനാസ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. മൂസിന, ശ്രീലക്ഷ്മിയുടെ മൊഴിയെടുത്തിട്ടും ഫോൺ സംഭാഷണം അടക്കം ലഭിച്ചിട്ടും പിന്നീട് എന്തുകൊണ്ട് സാക്ഷിപ്പട്ടികയിൽ നിന്ന് അവരെ ഒഴിവാക്കിയെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്? അമൃത, ധന്യ, പ്രധാനമായും ഈ പൾസർ സുനിയും ശ്രീലക്ഷ്മിയും തമ്മിലുള്ള ബന്ധം അത് തിരിച്ചറിഞ്ഞു. മാത്രമല്ല, ഈ കേസുമായി യാതൊരു തരത്തിലും ബന്ധമുള്ള ഒരു കാര്യമല്ല എന്നുള്ളതിന്റെ ഒരു കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സാക്ഷി പട്ടികയിൽ ഈ ശ്രീലക്ഷ്മിയെ ഉൾപ്പെടുത്താത്തതെന്നാണ് പ്രോസിക്യൂഷന്റെ വിശദീകരണം. നമ്മൾ ഇപ്പോൾ അല്പസമയം മുൻപ് പുറത്തുവിട്ട ഈ ഓഡിയോ ശകലം അത് നേരത്തെ കോടതിയിൽ സമർപ്പിച്ച വിഷയമാണ്. അതായത് ഈ പൾസർ സുനിയുമായി എന്തിനു സംസാരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് വ്യക്തമാണ്. അതായത് പൾസർ സുനി നല്ല കാര്യം ചെയ്യാൻ പോകുന്നതാണ് എന്നാണ് തന്നോട് പറഞ്ഞത് എന്നടക്കമുള്ള കാര്യങ്ങൾ, അതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഓഡിയോയിൽ പറയുന്നത്. പക്ഷേ ഈ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഈ പൾസർ സുനിയും ശ്രീലക്ഷ്മിയും തമ്മിൽ ഈ കേസുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ വിശദീകരണമായി പറയുന്നത്. മാത്രമല്ല, ഇവർ തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിന്റെ മറ്റ് ഡിജിറ്റൽ തെളിവുകളും ഒക്കെ തന്നെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു എന്നും പ്രോസിക്യൂഷൻ പറയുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ കോടതിയെ ബോധ്യപ്പെടുത്തിയതാണ് എന്നുള്ള കാര്യമാണ് പ്രോസിക്യൂഷൻ വിശദീകരിക്കുന്നത്. ശ്രീലക്ഷ്മിയുടെ ഭർത്താവും പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ അന്വേഷണം വന്നിരുന്നു. ഈ ശ്രീലക്ഷ്മിയുടെ ഫോണും അതുപോലെ തന്നെ സിമ്മും ഇപ്പോഴും അത് ഞങ്ങൾക്ക് തിരികെ കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ആ സമയത്ത് തന്നെ അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ അതിൽ നിന്നെല്ലാം വളരെ വ്യക്തമാണ്. അതായത് ഈ ശ്രീലക്ഷ്മിയെ ആദ്യ ഘട്ടത്തിൽ തന്നെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്. അതായത് വിചാരണ കോടതി ചൂണ്ടിക്കാട്ടിയ സംഗതി ഉണ്ടായിരുന്നു, ഇവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അതുപോലെ തന്നെ ചോദ്യം ചെയ്തില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ മൊഴിയുടെ പകർപ്പടക്കം പുറത്തു വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി വിധിയിലും അപ്പോൾ ഈ ശ്രീലക്ഷ്മിയുടെ മൊഴി സംബന്ധിച്ച് ഈ ഫോൺ സംഭാഷണം സംബന്ധിച്ചുമൊക്കെ ഉണ്ടോ? അതായത് ഈ ശ്രീലക്ഷ്മി സുഹൃത്തുമായി സംസാരിക്കുന്ന ഓഡിയോ ശകലം കോടതിയിൽ സമർപ്പിച്ചതാണ്. മാത്രമല്ല, എന്തുകൊണ്ട് ഇത്തരത്തിൽ അവരെ സാക്ഷിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നു എന്ന കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തിയതാണ് എന്നുള്ള കാര്യമാണ് പ്രോസിക്യൂഷൻ വിശദീകരിക്കുന്നത്. അതായത് ഇപ്പോൾ കോടതിയുടെ വിമർശനം എന്തുകൊണ്ട് എന്നുള്ള രീതിയിലാണ് പ്രോസിക്യൂഷന്റെ ഇത്തരത്തിലുള്ള വിശദീകരണം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ പൾസർ സുനിയും ഈ സ്ത്രീയും തമ്മിൽ ഉണ്ടായിരുന്നത് വളരെ വ്യക്തിപരമായ അടുപ്പമാണ്. സ്വാഭാവികമായിട്ടും അവർ തമ്മിൽ ഉണ്ടായിരുന്ന ആശയവിനിമയങ്ങളും അത്തരത്തിലുള്ളതായിരുന്നു. അതുകൊണ്ടാണ് ഈ കേസുമായി ഇതിൽ യാതൊരു തരത്തിലുള്ള ബന്ധം ഉണ്ടായിരുന്നില്ല എന്നുള്ള കണ്ടെത്തലിലേക്ക് അന്വേഷണ സംഘം എത്തിയതെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് സാക്ഷിപ്പട്ടികയിൽ ഉൾപ്പെടുത്താതിരുന്നത് എന്നാണ് പ്രോസിക്യൂഷന്റെ വിശദീകരണം. മൂസിനാസ് ആണ് വിവരങ്ങൾ നൽകിയത്.